രാജ്യത്ത് സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറുകളായിരുന്നു നേരത്തെ അനുവദിച്ചിരുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം ലഭ്യമായ സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചത്. രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകളോട് പ്രധാനമന്ത്രി ചെയ്തത് വഞ്ചനയെന്ന കോൺഗ്രസിന്റെ വിമർശനം. വിനീത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ നിലവിൽ 4 എന്ന രീതിയിലേക്കാണ് ഈ സിലിണ്ടറുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് 2016 ആ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ 12 പിന്നാലെ അത് 9 കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആളുകളുടെ ഉപയോഗം, സിലിണ്ടർ ഉപയോഗിക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ മുൻനിർത്തിയാണ് ഇത്തരത്തിലേക്കൊരു നീക്കത്തിലേക്ക് എത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഈ LPG സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നതും ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഈ സിലിണ്ടറുകളുടെ എണ്ണം 4 എന്ന രീതിയിലേക്ക്, ഈ പദ്ധതി പ്രകാരമുള്ള സിലിണ്ടറുകളുടെ എണ്ണം 4 എന്ന രീതിയിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസും സമാനമായിട്ടുള്ള ചില വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മോദി സർക്കാർ പിടിച്ചെടുക്കൽ തുടരുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്ന LPG സിലിണ്ടറുകളുടെ സബ്സിഡി അത് മോദി ഇതിനോടകം തന്നെ നിർത്തലാക്കിയെന്നും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകളോട് പ്രധാനമന്ത്രി ചെയ്തത് വഞ്ചന എന്നാണ് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ശരാശരി ഉപഭോഗം 4 സിലിണ്ടറുകൾ എന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സിലിണ്ടറുകളുടെ എണ്ണം 4 എന്ന രീതിയിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇതിനെതിരെയാണ് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ഇപ്പോൾ പ്രതികരണം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സിലിണ്ടറുകൾ വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ 4 എന്ന രീതിയിലേക്ക് അവർ ഇത് ഉപയോഗിക്കുന്നതെന്നും അല്ലാതെ ഉപയോഗത്തിലുണ്ടായ കുറവല്ല ഇതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.